എന്തിനാ ബഹുമാനികളെ? ആരാടാവേ ഈ സുന്നത്ത് കൊണ്ടെന്നെ പറ? ആരാടാ ഇന്ന് രാവിലെ 10 മണിക്ക് മരിച്ച മയ്യത്തിനെ നാളെ അസറിന് അടക്കാൻ ഏത് സുന്നത്താടാ കൊണ്ടുവന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് ഏതാ ഹബീബേ? ഇന്ന് രാവിലെ ളുഹറിന്റെ ടൈമിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അയാളെ മണ്ണിന്റെ മുകളിൽ കിടക്കാവുന്നതിന്റെ മാക്സിമം സമയം അസ്തമയത്തിന് മുമ്പ് വരെയാണ്. ജമ്മിന്റെ വക്കത്തും വിട്ട് നിങ്ങൾ ജനാസ കിടത്തല്ലേ. അസറിന്റെ ശേഷം മഗ്രിബിന്റെ ടൈമിലാണ് മരിച്ചതെങ്കിൽ ആ മയ്യത്ത് ഇവിടെ കിടത്താവുന്നതിന്റെ മാക്സിമം ടൈം സുബഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെയാണ്. ബാങ്ക് വിളിച്ച സമയം തീർന്നു. എവിടെ ബഹുമാനികളെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത്? ഇന്ന് മരിച്ചാൽ മയ്യത്ത് ഇതുപോലെ പ്രദർശന വസ്തുവാക്കുന്ന ശൈലി ഫീസർ കൊണ്ടുവരികയാണ്. എവിടെന്നാണോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്? യഹൂദനും നസാറയും ശവം വെക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ മയ്യത്തുകളെന്ന് വീടുകളിൽ ഫീസറിൽ വെക്കുകയാണ്. എന്തിന്? ദുബായിൽ നിന്ന് മോൻ വരാനുണ്ട്, കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്ന് മോള് വരാനുണ്ട്. ആരാണ് ഈ സുന്നത്ത് പഠിപ്പിച്ചെന്നത്? തങ്ങൾ പഠിപ്പിക്കുന്നു മയ്യത്ത് കിടന്ന് കരയുകയാണ്. നല്ല മയ്യത്തും ചീത്ത മയ്യത്തും കരയുകയാണ്. നല്ലവൻ വിളിക്കുന്നു ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം തന്നെ ഖബറിലേക്ക് വെക്കൂ മക്കളെ, വേഗം തന്നെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കൂ ജനങ്ങളെ. അൽഹംദുലില്ലാഹ്, എനിക്ക് ഈമാനോടെ മൗത്ത് കിട്ടിയല്ലോ, ഞാൻ റസൂലുള്ളാഹിനെ കാണട്ടെ, അല്ലാഹുവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലെ സുഖങ്ങൾ കാണട്ടെ, എന്നെ ഞാൻ കൊണ്ടുവന്ന് പെട്ടെന്ന് വെക്കൂ മക്കളെ, പെട്ടെന്ന് ആക്കൂ ജനങ്ങളെ. ബഹുമാനികളെ, മോശപ്പെട്ട മയ്യത്താണെങ്കിൽ അഖ്റൂനി അഖ്റൂനി അയ്ന തദ്ഹബൂൻ, എന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ബഹുമാനികളെ, തിടുക്കമായിട്ട് ചെയ്യണമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. വേഗത്തിൽ ചെയ്യണം, വേഗത്തിൽ ചെയ്യണം. ഏതുവരെ? മയ്യത്തങ്ങോട്ട് ഖബറിലേക്ക് വെച്ചാൽ മൂടക്കല്ല് മുകളിലേക്ക് അങ്ങോട്ട് നിരത്തിയാൽ തൂമ്പെടുക്കാൻ പോകല്ലേ. പിന്നെയോ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണ് നിങ്ങൾ കൈകൊണ്ട് വാരിയെടുക്ക്, തൂമ്പെടുക്കാൻ പോകല്ലേ. മിന്നാ ഖലഖനാകും പറഞ്ഞ തലയുടെ ഭാഗത്തേക്കിട്, വബിഹാ നുഈദുക്കും എന്ന് പറഞ്ഞ നെഞ്ചിന്റെ ഭാഗത്തേക്കിട്, വമിന്നാ നുഖ്രിജുക്കും താറത്തൻ നുഖറാ, ആ കാലിന്റെ ഭാഗത്തേക്ക് മൂന്നാമത്തെ പിടിയിട്. മയ്യത്ത് നിശ്ചലനായി. അതുവരെ ആത്മാവ് കരയുകയാണ്, റൂഹ് കരയുകയാണ്. എന്റെ ബഹുമാനികളെ, എവിടെ സുന്നത്ത് പറ? ഇനി നിങ്ങൾ സുന്നി ആവണേ എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ പറഞ്ഞുതരാം സുന്നി ആവണേ എങ്ങനെയാണ്. ഇപ്പോഴത്തെ മരിച്ചാലുള്ള അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എവിടെന്നാണോ ഈ ഫീസറൊക്കെ കിട്ടിയത്? യഹൂദൻ അവന്റെ സംസ്കാരങ്ങളെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പള്ളിയിലൊന്നും പണ്ട് കാലത്ത് ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ കൊച്ചുനാളിലോ ഇതുപോലത്തെ കസേരകളി പള്ളിയിലുണ്ടോ? ഉണ്ടോ? ഇതെങ്ങനെ നടന്നു വരുമോ? അല്ലോ കണ്ടോ ഒരു കെടിലേക്ക് ചുമ്മാ നടന്നു തന്നെയാളാ. എവിടെന്നാടോ ഇത് കിട്ടിയത്? 18ാമത്തെ കൊല്ലം ഈ കൊല്ലം ഹാജിമാരെ കൊണ്ട് ഔക്കരാജിയൊക്കെ ഇരിക്കുന്നു. 18ാമത്തെ കൊല്ലം പോയത് ഹാജിമാരുടെ കൂടെ. ഞാൻ ആദ്യം പള്ളിയിലൊന്ന് ചെല്ലുമ്പോ അറബി ചെല്ലുമ്പോ അവിടെ ഒരു കസേരയില്ല. ഇപ്പൊ ചോദിച്ചു നോക്കേ, ഞാൻ പറയണത് ശരിയാണോന്ന്? കസേരകൾ ഇടാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ആ കസേരകൾ പറക്കാൻ വേണ്ടി ജോലിക്കാരെ നിയമിച്ചിരിക്കുകയാണ്. 100 കണക്കിന് കസേരകൾ. എവിടെന്നാണോ ഇത് കിട്ടിയത്? നിന്റെ ഈ സംസ്കാരങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. യഹൂദന്റെയും നസാറയുടെയും അതുപോലെ മജൂസിയുടെയും ആരാധനാലയങ്ങളിൽ ചെന്നാൽ അവരുടെ മതപുരോഹിതൻ അൾത്താരയിലോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തോ കയറി നേതൃത്വം കൊടുക്കുമ്പോൾ അനുയായികൾ പല വിധത്തിലാ. ഞാൻ കണ്ടിട്ടുണ്ട്, അനുയായികൾ പല വിധത്തിലാ. ഒരച്ഛൻ കുർബാനയിൽ കൊടുക്കുകയാണെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ മുട്ടയിൽ നിൽക്കും കൈകൂപ്പിക്കൊണ്ട്. ചില ആളുകൾ പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കൈകൂപ്പിക്കും, കുറെ ആളുകൾ നിന്നോണ്ട് കൈകൂപ്പും, ചില ആളുകൾ കൈ കെട്ടി നിൽക്കും, ചില ആളുകൾ കസേരയിലിരിക്കും, ചില ആളുകൾ കുഞ്ഞുങ്ങളെ നോക്കും. 1 കോടി മുസ്ലിം ഒരു മുസ്ലിം പള്ളിയിൽ കൂടിയാൽ ഇമാമ മിഹ്റാബിനകത്തേക്ക് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കുനിഞ്ഞാൽ 1 കോടി ജനങ്ങളും കുനിഞ്ഞു നിൽക്കും. ഇമാമ സുജൂദിലേക്ക് അങ്ങ് പോയാൽ 1 കോടി മുസ്ലിങ്ങൾ സുജൂദിലേക്ക് പോകും. ഈ സംവിധാനങ്ങൾ മാറണം. മുസ്ലിം സമുദായത്തിന്റെ പള്ളികളിലും ഞങ്ങളുടെ ചർച്ചകളിലും ആരാധനാലയങ്ങളിലും ഉള്ളതുപോലെ വ്യത്യസ്തമായ ശൈലി വരണം. കസേരകളി ഒടുങ്ങി, കസേരകളി ഒടുങ്ങി. ഇത് തന്നെ യഹൂദനാടാ ഇതുപോലെ ജനാസ കൊണ്ടുവന്ന് വെക്കുന്നത്, നസാറയാടോ ഇതുപോലെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. നിനക്കതിന് നിയമമില്ല. ആര് വരട്ടെ ആര് വരാതിരിക്കട്ടെ, ഇന്നും മക്കത്തും മദീനത്തും ശരിയായ തനതായ സുന്നത്താണ് നടക്കണേ.